നമസ്കാരം. ആചാര്യ വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സുസ്വാഗതം. 1200 ആണ്ട് മലയാള മാസം 1200 ആണ്ട് ചിങ്ങമാസം തൊട്ട് കർക്കടക മാസം വരെ ഉള്ള ഒരു വർഷഫലമാണ് പുതുവർഷഫലം. പുതുവർഷം എന്ന് പറയുമ്പോൾ മലയാളികൾക്ക് ചിങ്ങമാസം തൊട്ട് കർക്കിടകം വരെയാണ് നമ്മളുടെ ഒരു വർഷം. ഇംഗ്ലീഷ് വർഷം വരുമ്പോൾ ജനുവരി മാസം തൊട്ട് ഡിസംബർ വരെയും, അതുപോലെ ജ്യോതിഷ മാസം ആരംഭിക്കുന്നത് മേടമാസം തൊട്ട് മീനമാസം വരെയും. ഇങ്ങനെ വർഷങ്ങൾ നമ്മൾ കണക്കാക്കുമെങ്കിലും മലയാളി ആളുകളെ സംബന്ധിച്ചോളം നമ്മളെ പുതുവർഷമാണ് ആരംഭിക്കാൻ പോണേ ചിങ്ങമാസം. ഈ ഒരു വർഷത്തിൽ ഓരോ രാശിക്കാരുടെ സുഖദുഃഖ ഫലത്തെ ആണ് നമുക്ക് മനസ്സിലാക്കാൻ പോണേ. ഇപ്പോൾ ഓരോരുത്തർക്കും കഷ്ടതയാണോ നല്ലതാണോ, ചീത്ത സമയമാണോ നല്ല സമയമാണോ എന്നറിഞ്ഞിട്ട് നമുക്ക് പ്രവർത്തിക്കാം. അപ്പോൾ ചീത്ത സമയമാണെങ്കിൽ കുറച്ച് ശ്രദ്ധിച്ച് പോകണം, നല്ല സമയമാണെങ്കിൽ വലിയ ശ്രദ്ധയൊന്നും വേണ്ട, നമുക്ക് നല്ലത് വരും. ഇപ്പോൾ ജീവിതയാത്രയിലെ ഓരോ വർഷങ്ങളാണ്, നമ്മൾ പറയാം ഓരോ കിലോമീറ്റർ എന്ന് പറയും പോലെ 120 കിലോമീറ്റർ ഒരു ജീവിതം സഞ്ചരിക്കാനുള്ളതിൽ നമുക്ക് എത്ര കിലോമീറ്റർ പോവേണ്ടി വരും, അതിൽ ഓരോ കിലോമീറ്ററാണ് ഓരോ വർഷമായിട്ട് കാണുക. അപ്പോൾ പുതുവർഷത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇടവരാശിക്കാരുടെ ഫലത്തെ ചിന്തിക്കാം. ഇടവരാശിയിൽ വരുന്ന നക്ഷത്രം കാർത്തിക നക്ഷത്രത്തിൻ്റെ കാൽഭാഗം മേടരാശിയിലേക്ക് പോവും, മുക്കാൽ ഭാഗവും രോഹിണി നക്ഷത്രത്തിൻ്റെ മുഴുവനും മകയിരത്തിൻ്റെ പകുതി ഭാഗവും ചേർന്ന 2.25 നക്ഷത്രമാണ് ഇടവരാശി. ഇടവരാശിക്കാർക്ക് പുതുവർഷം വളരെ ഭാഗ്യദായകമായ വർഷം തന്നെയാണ്. കാരണം ഇപ്പോൾ കണ്ടകശനിയൊക്കെ നടക്കുകയാണ്. കണ്ടകശനിയൊക്കെ നമുക്കുണ്ട്. വ്യാഴം കഴിഞ്ഞ പീരീഡിൽ 12-ൽ നിന്ന വ്യാഴം ഇപ്പോൾ ജന്മരാശിയിലേക്ക് വന്നു. ഇപ്പോൾ ജന്മത്തിൽ വ്യാഴം നിൽക്കുന്ന സമയമാണ്. അതായത് വ്യാഴം ഈ രാശിക്കാർക്കൊപ്പം നിൽക്കുകയാണ്. അപ്പോൾ വ്യാഴം ഈ രാശിക്കാർക്ക് മീനമാസം വരെയും ഈ രാശിക്കാർക്ക് നിൽക്കും. അത്രയും ഭാഗ്യദായകമായ അവസ്ഥയെ കൊടുക്കുന്ന സമയമാണ് ഈ രാശിക്കാർക്ക്. കണ്ടശനിയൊക്കെ ഉണ്ട്, എന്നാലും വ്യാഴത്തിൻ്റെ പ്രത്യേകത, വ്യാഴം ലക്ഷം ദോഷം ഗുരുഹന്തി. വ്യാഴം ദൃഷ്ടി ചെയ്യുകയോ കൂടെ നിൽക്കുകയോ ചെയ്താൽ 1,00,000 ദോഷമുണ്ടെങ്കിലും തീർന്നു പോകും. അപ്പോൾ നമുക്ക് വളരെ കഷ്ടത അനുഭവിച്ചോട്ട് നിന്നവർക്ക് വളരെ പുരോഗതിയിലേക്ക് പോകുന്ന കാലഘട്ടം ഇതാ വരികയാണ്. സാമ്പത്തിക നേട്ടം മാത്രമല്ല, ശാരീരികമായി ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ട് നിന്നവർക്ക് അതിൽ നിന്നെല്ലാം മുക്തി ഉണ്ടാവും. ശത്രുക്കളുടെ എണ്ണം കുറയും, മറ്റൊരു ശത്രുക്കൾ വർദ്ധിക്കും. ഇപ്പോൾ ശത്രുക്കളുടെ എണ്ണം കുറയും. സാമ്പത്തിക പുരോഗതിക്കൊപ്പം തടസ്സം, ഇപ്പോൾ തടസ്സമെല്ലാം മാറി നമ്മളെ കാര്യങ്ങൾ സ്മൂത്തായിട്ട് മുന്നോട്ട് പോകും. അപ്പോൾ സാമ്പത്തിക സ്രോതസ്സ് ഉണ്ടാകും. സാമ്പത്തിക സ്രോതസ്സ് എന്ന് പറയുമ്പോൾ ഉദ്യോഗമില്ലാതെ ഇരിക്കുന്ന ഒരാളാണെങ്കിൽ അവർക്ക് ജോലി കിട്ടും. ഉദ്യോഗത്തിൽ ഇരിക്കുന്ന ഒരാളാണെങ്കിൽ അവർക്ക് ഉദ്യോഗ കയറ്റം കിട്ടും. ഒരു ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിൽ ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാവും. അല്ലെങ്കിൽ പുതിയ സംരംഭം സ്റ്റാർട്ട് ചെയ്യാം, ആരംഭിക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് അനുകൂലപ്രദമായ അവസ്ഥയ്ക്ക് ഇടവരുത്തും. എങ്കിലും കണ്ടകശനി 10-ൽ സഞ്ചരിച്ചുകൊണ്ട് നിൽക്കുന്ന കാലഘട്ടമാണ്. കർമ്മഭാവത്തിൽ ശനി സഞ്ചരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയമാണ്. അത് 2025 മാർച്ച് മാസത്തോടു കൂടി കണ്ടകശനി തീരും. മാർച്ച് 30-ാം തീയതി കണ്ടകശനി തീരും. 25 മാർച്ച് 30-ാം തീയതി കണ്ടകശനിയും അവസാനിക്കും.
അപ്പോൾ ശനി 10-ൽ നിൽക്കുന്നത് കൊണ്ട് കാര്യങ്ങളെല്ലാം നടക്കുമെങ്കിലും ശനിക്കൊരു പ്രത്യേകതയുണ്ട്, തടസ്സത്തിലൂടെ കാര്യങ്ങൾ നടക്കും. അപ്പോൾ ചെറിയ ചെറിയ തടസ്സങ്ങൾ നമുക്ക് ഓരോ കാര്യങ്ങൾക്ക് വന്നു ചേരും. അത് കണ്ട് ഭയപ്പെടേണ്ടതില്ല. കാരണം അത് ചെറിയ തടസ്സമായിട്ട് കണ്ടാൽ മതി. ചിലപ്പോൾ ഒരു പ്രാവശ്യം പോവേണ്ടടുത്ത് ഒന്നുകൂടെ പോവേണ്ടി വരും, അത്രയേ ഉള്ളൂ. പക്ഷെ അത് സബലീകരിക്കാൻ ഇടവരും. അതുകൊണ്ട് നമുക്ക് നേട്ടം ഉണ്ടാവും. അപ്പോൾ ആ ചെറിയ തടസ്സം കണ്ടതുകൊണ്ട് നമ്മൾ ബാക്കിലോട്ട് തിരിയേണ്ട ആവശ്യമില്ല. അപ്പോൾ ധൈര്യമായിട്ട് ഈ രാശിക്കാർക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റ് രാശിക്കാർക്കും കൂടി ഗുണമാവാൻ വേണ്ടി ഷെയർ ചെയ്യുക. സുഹൃത്തുക്കൾക്കോ ഇതുപോലെ ഷെയർ ചെയ്യുക. അവരും വെറുതെ ഇരിക്കാതെ, അല്ലെങ്കിൽ കുറച്ച് തടസ്സത്തിൽ നിന്നവർക്ക് തടസ്സം മാറി അവർക്ക് പുരോഗതി ഉണ്ടാവട്ടെ. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും കൂടി അമർത്തുക. അപ്പോൾ എല്ലാവർക്കും, എല്ലാ ഇടവരാശിക്കാർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.